ഗായ്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതാട്ടോ. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ വോയിസ് കേട്ട് ഞാനാണ് വിചാരിക്കണേ ഞാൻ പെൺകുട്ടിയാണ്. ഇന്നലെ തണുത്ത പാല് കുടിച്ചപ്പോൾ ചെറുതായിട്ട് മ്യാവ് മ്യാവ് ആയതാണ് ഉണ്ട്. പിന്നെ ഇതാണ് എന്റെ വീട്. ഉള്ളുഭാഗത്ത് ഞാൻ കാണിച്ചു തരാം. ഉള്ളിൽ നല്ല സോഫ്റ്റ് ഉള്ള പില്ലോ ആണ്. ഇതാണ് എന്റെ വീട്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഇരിക്കാറൊന്നുമില്ല. നമുക്കിനി നമ്മളെ ഫുഡ് തരുന്ന മെഷീനെ വിളിക്കാൻ പോവാ. ഹലോ, മതി ഉറങ്ങിയത് രാവിലെ 11 മണിയായി. ഹലോ എനിക്ക് ഫുഡ് തന്നാണ്. നീ കിടന്നുറങ്ങേ? എങ്ങോട്ടയച്ചപ്പോ മ്യാവ് 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 മ്യാവ്. അല്ല നീച്ച്, അയ്യോ നീച്ച് രാവിലെ പല്ലും പോലെ തേക്കാതെ ഏതായാലും അത് പിന്നെ കിടന്നുറങ്ങാൻ പോയി. എന്നാ ഞാനും ഉറങ്ങാം. പിന്നെ ഇത് വേണ്ട, അതിന്റെ മുടി രോമ കാരണം എനിക്കൊരു ജീവിക്കാൻ കഴിയുന്നില്ല കേട്ടോ. കഷ്ടാണ്. അങ്ങനെ എണ്ണീച്ചല്ല ആള്. ഞാൻ വിചാരിച്ചു ഞാൻ പട്ടിണി കിടന്ന് ചാവൂന്ന് കിട്ടോ. ഇനെങ്കിലൊന്ന് ഫുഡ് തരേക്ക്. മ്യാവ് മ്യാവ്. ഇവിടെ ഫുഡ് താ. എന്താ ഫുഡ് മേക്കപ്പ് ഇട്ട് കളിക്കുന്ന രാവിലെ തന്നെ. ഗായ്സ്, ഞാൻ എന്നാലൊന്ന് ഫുഡ് കഴിക്കട്ടോ. ഫുഡ് കഴിക്കുമ്പോ സംസാരിച്ചാലേ അങ്ങ് തൊണ്ടയിൽ കുടുങ്ങുന്നാണ്. ഞാൻ ഒളിച്ചു വരാൻ ശ്രമിച്ചപ്പോ 2 പൂച്ചകൾ എന്നോട് പറഞ്ഞത്. മനസ്സിലായോ? ഒന്ന് ഫുഡ് കഴിച്ചിട്ട് കാണാം കേട്ടോ. നല്ല ടേസ്റ്റ്. ഇനി ഇത് ഇന്നെ എടുത്ത് കളിപ്പിക്കിട്ടോ. സിപ്പപ്പ് മുമ്പ് വെച്ചിട്ട് തിന്നാൻ തരത്തുമില്ല. ഇതൊക്കെ എന്തിന്റെ കഷ്ടാവോ എന്റെ റബ്ബേ. കൈ കാട്ടുക, കയ്യിലെ തുപ്പി കൊടുത്താലും പാവല്ല. കൈ വെച്ച് കൊടുത്തെങ്കിൽ താങ്ങി ഞാൻ കഴിക്കട്ടെ. കയ്യോ ഒറ്റ തലക്കൂട്ട് അടിത്തരവിട്ട് കൊച്ചിന് താ. എന്റെ സിപ്പപ്പിനെ നിനക്ക് തിന്നാ കയ്യോ? കൈ വെച്ച് കൊടുക്കാൻ പോട്ട്. കൈ കൊടുക്കാൻ പോട്ടെ. കൈ കൊടുക്കണോ? ദാ പിടിച്ചോ. എന്താലേ അനക്കൊക്കെ എടുത്ത കൈ മതിയേ. എന്താണീ കൊച്ചി ചെയ്യുന്ന? അതാ എന്റെ കൈ. ലാസി, ഈ ബോൾ കണ്ടുപിടിക്കണം കേട്ടോ. ഇതിലേതിലാണെന്ന് ഞാൻ ഇപ്പൊ മേലെ വെക്കാട്ടോ. ഓക്കെ, ബോളിന് തട്ടിടണേ. തട്ടിട്. ഇനി അടുത്ത കൊണ്ടുവന്നു ഒരു ഡേ കടന്നു പോയി എന്തൊക്കെ ചെയ്യണം. ഞാൻ പറ്റിയല്ല കൊച്ചേ, പറ്റിയല്ല. നിനക്ക് ഇങ്ങനെ ചെയ്യണം. നീ പറ്റിയുള്ള പോയി മേടിക്കേ. ഒരു ഗ്ലാസ്സിട്ട് തട്ടിയെടുക്കാൻ മതിയാ. എന്ത് കഷ്ടാണ് ഇതിനെ കൊണ്ട്. എന്നോട് തട്ടിട്ട് കൊമ്മാലോ. പല്ലി. അയ്യോ, ശ്രദ്ധ മാറിപ്പോയേ. നമുക്ക് സിപ്പാണ് വേണ്ടേ. തട്ടിട. മതിയാ. ചൂപ്പിട്ട കൊച്ചെ, മര്യാദയ്ക്ക് അങ്ങ് തന്നോ. നിനക്കെന്റെ കറക്റ്റ് സ്വഭാവം അറിയത്തില്ല കേട്ടോ. പാവാണ് വിചാരിച്ചിട്ട് ഞാൻ ആരെന്നാണ് എന്റെ വിചാരം. നിനക്ക് ബോള് തട്ടി കളിക്കണേ. ഞാൻ മെസ്സിയൊന്നും അല്ല, മനസ്സിലായ? ബോള് തട്ടി കളിക്കാന് കഷ്ടാണ്. നീ തരില്ല അല്ലേ? നീ തരൂല അല്ലേ? എന്നാ പിടിച്ചോ. നീയൊക്കെ അനുഭവിക്കുക കൊച്ചെന്നിട്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുന്നു. ടേസ്റ്റ് ഉണ്ടാണ്ട് കുഴപ്പമില്ല. ഇതിനോട് ഞാൻ പറയണ്ട്, വീഡിയോ എടുക്കുമ്പോ ഇങ്ങനെ അടുപ്പിച്ച് വെക്കരുതെന്ന്. കുറച്ച് അങ്ങോട്ട് മാറ്റിട്ട് ഞാൻ കഴിക്കുന്നൊക്കെ ഇങ്ങനെ വൃത്തിയായി എടുക്കല്ലേ. ഒന്നിനങ്ങനക്കോ സഹിച്ചെടുപ്പത് രണ്ടാമത്തെ വന്ന്. അല്ലാ, ഇതെന്താ? ഞാനതെന്താ പമ്പരാണ് എന്നിട്ട് കറക്കാൻ. ഞാൻ പൂച്ചാണ്, സ്ത്രീയെ പൂച്ച. ഇതെന്തൊക്കെ പറയുന്നത്. എടുത്ത കൊണ്ടുവന്നു കണ്ണട. നിങ്ങൾ കണ്ണുകാണില്ലേ? നിങ്ങൾ കണ്ണട വെക്കുന്നത്. എനിക്കൊക്കെ നല്ല പവറുള്ള കണ്ണ് കാണാം. അല്ലാ, ഒരു 3 വയസ്സായിട്ട് വേണം ഒന്ന് മാറി താമസിക്കാൻ. ഒന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണം. അല്ലാതെ റെഡി ആവത്തില്ല. എന്തൊക്കെ കോപ്രായങ്ങളാ ഇവരെന്നോട് ചെയ്യിപ്പിക്കുന്നത്. അടുത്ത ഫുഡ് എപ്പോഴാണ്? 1000 കണ്ണുമായി കാത്തിരുന്ന. അയ്യോ, ഇതെന്താണിത്? ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. വന്ന് എന്തിനാണാവോ ഇതെങ്ങനൊക്കെ ചെയ്യുന്നത്? എന്നിട്ട് മേത്ത് രോമായി പറഞ്ഞ എന്നെ തന്നെ ചീത്തയും പറയും. അയ്യോ, എന്നെക്കൊണ്ട് വയ്യേ. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാണണം. ഫുഡ് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് വിചാരിച്ച് ഇതൊക്കെ ചെയ്യാൻ എന്നോട് ഇതൊക്കെ പറയുന്നുണ്ട്. എന്താണോ ചേച്ചി പറയുന്നത്? അയ്യോ, എന്താണ് ഈ കുത്തി ചെയ്യുന്നത്? ഞാൻ എന്താ പാവാണോ? ഹേഷ്, ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതാണ് എന്റെ മെയിൻ സ്പോട്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടാണ് ഞാൻ ഇരുന്ന് ഇങ്ങനെ പുറത്തേ നോക്കിയിരിക്കും. നിങ്ങൾക്കൊരു കാര്യം അറിയാം, 2 പേരെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഹാൻസം ആയിട്ട് 2 ബോയ്സ് ഇടയ്ക്ക് വരാറുണ്ട്. പിന്നെ അതിവിടെ നല്ല പച്ചപ്പാണ്, ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. ഗൈസ്, നമുക്കിങ്ങനെ പുറത്തൊക്കെ നോക്കിയിരുന്ന നമ്മൾ മഴയും കണ്ടിരിക്കുക കേട്ടോ. ഗൈസ്, നിങ്ങളത് കാണുന്നുണ്ടോ? എന്നെ ചെയ്യുന്നത് ഇവര് കണ്ട് എന്നെ വിധത്തില് പേടിപ്പിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും പോലീസിലൊന്ന് കംപ്ലൈന്റ് ചെയ്യണം. എന്നെ ഇങ്ങനെ ഇവിടുത്തെ നോവിക്കുന്നതിന്. കണ്ടോ ഇതെന്താ? ഇതെല്ലാം സഹിക്കി കുട്ടിപ്പിശാച് ഇവിടെ കിടന്ന് എന്തോ ചെയ്യുന്നേ. എന്തത് ചെയ്യുന്ന ഗൈസ്? നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ലേ? ഇതെല്ലാം സഹിച്ചേ പറ്റി കുറച്ച് ഫുഡിന് വേണ്ടി.
ദാ പിന്നെ ഈ വന്ന് സാധനം ഇട്ടോ. കഷ്ടത്തിന്റെ ബ്ലോഗാണ് കൊച്ചേ. അയ്യോ നോക്കുമേ. ആ നല്ലൊരു സ്മെല്ല് ഉണ്ടല്ലോ. എന്താ സ്മെല്ല്? എന്താണ് ഇവിടെ എന്തോ ഉണ്ടല്ലോ സ്മെല്ല്. എന്ത് സാധനം? ഇതല്ലേ മറ്റേ സാധനം എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിനെ കൊണ്ടുവരും. എന്തെന്നാലും സാധനമാവും മക്കി നോക്കി ടേസ്റ്റ് ഉണ്ടാവോ? എന്തിനാണ് എന്റെ ബാക്കിൽ വെക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? നല്ല മണണ്ടല്ലോ. അങ്ങോട്ട് വായിലിട്ട് തിന്നാലോ അങ്ങോട്ട്. വേണ്ട എന്നെ ഇവിടുന്ന് പുറത്താക്കും. മാറുകുട്ടി പിശാചെ എന്താണ് മാറടി. ഒരു ദിവസം ഇതിനെ ഞാൻ നൈസിൽ പുറത്താക്കും. ഞാൻ ഉണ്ടാവുമ്പോ ഇതെന്തിനാണോ കൊണ്ടുവന്നേ? പുറത്ത് കാണുന്ന ഒരു എലികളൊക്കെ പിടിച്ചോണ്ട് വരും. എന്റെ മുമ്പത് മാറിട്. നീ ആരാ? ഏതെന്താ കുളിക്കലോ വല്ലേ? ഞാനൊക്കെ എന്തൊരു വൃത്തിയുള്ളതാണ്. വെള്ള കളറൊന്നും ഇവിടെ കുളിക്കലും ഇല്ല അനക്കലും ഇല്ല ഒന്നുമില്ല കേട്ടോ. അത് തുമ്മന്താ കയറി നിന്റെ വീട്ടിൽ കയറുന്നോടി. ആദ്യം എന്റെ വലിയ വീട്ടിൽ വന്ന് ഇപ്പൊ നീ എന്റെ ചെറിയ വീട്ടിലേക്ക് നീ വരുന്നോ? നിന്നെ മിക്കവാറും ഞാൻ പീസാക്കി കഴിക്കും. എന്റെ ഈ പൂവൻ എന്റെ നെക്സ്റ്റ് ടൈം വിളിച്ചിടും എന്റെ ബോയ് ഫ്രണ്ടിന്. അയ്യോ ഈ കുരുട്ടല്ലേ വീഡിയോ എഡിറ്റ് ചെയ്യാ. എന്നിവിടെ പൂട്ടിടും. ഒന്നെന്റെ കാര്യം നല്ല ചെമ്പരത്തി പൂവേ ചെമ്പരത്തി നല്ല നല്ല മണം തോന്നും. ഗൈസ് പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും റെഡി നല്ല ചെക്കനുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. എനിക്ക് 2 വയസ്സാവാനായി കല്യാണ പ്രായമായി. നിങ്ങൾക്ക് നല്ലതേ വരൂ. ഗൈസ് ഞാൻ എന്നെ കുളിക്കുന്നെന്ന് കാണിച്ചു തരാട്ടോ. ആദ്യം ഇതാ കാല് നല്ലോണം അങ്ങോട്ട് നക്കി വൃത്തിയാക്കുക. പിന്നെ നമ്മൾ എല്ലാ സ്ഥലവും നക്കി വൃത്തിയാക്കണം. ഇടയ്ക്ക് പാനൊക്കെ ഉണ്ടാവട്ടെ. അങ്ങോട്ട് കടിച്ച് തിന്നേക്കാം. കുളിപ്പിക്കാൻ എന്നെ കൊണ്ടുപോയിട്ടില്ല. 2.5 മാസമായി ഞാൻ കുളിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ തന്നെ കുളിക്കുകയാണ്. ഇത്രയും ഫ്രീ ആയിട്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടും നല്ലപോലെ ക്യൂട്ട്നെസ് കാണിച്ചിട്ടും നമ്മളെ കുളിപ്പിക്കാൻ കൊണ്ടേയില്ല കേട്ടോ. വേണ്ട എനിക്കിഷ്ടമല്ല കുളിക്കാൻ. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല നക്കി കുളിക്കട്ടോ. ഇത്ര കണ്ടാ മതി കുളിച്ച്. പിന്നെ നല്ലത് കണ്ടാ നല്ലതും പറയണല്ലോ. എന്നോട് നല്ല സ്നേഹമൊക്കെ കേട്ടോ. എന്നെ ബെഡിലേക്ക് എടുത്താറുള്ളൂ. കൂട്ടിലോ നിലത്തൊന്നും എന്നെ കിടത്താറില്ല. എപ്പോഴും പില്ലോ തരും. നല്ലോണം തലോടി തരും ഇട്ടോ. ഇതെങ്ങോട്ടാ കൈ പോന്നേ? ഇതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത് കേട്ടോ. ഈ സൗന്ദര്യം കാരണം എനിക്ക് നല്ലപോലെ ഒന്ന് കിടക്കാനും പറ്റുന്നില്ല. ഓക്കെ മതി ഇത്രയൊക്കെ സ്നേഹം മതി. ഇതാണ് എനിക്കിഷ്ടമില്ലാത്തത്. പാവല്ലേ വിചാരിക്കുമ്പോ തലയിൽ കയറുന്ന കുട്ടി. ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. അതിനെല്ലാം നിങ്ങോട്ട് കൊണ്ടുവന്നത്. ഒന്ന് ഉറങ്ങട്ടെ ഞാൻ. ഓക്കെ ഗൈസ്, എനിക്ക് ഇനി നിങ്ങളോടാണ് പറയാനുള്ളത്. എൻ്റെ ഫസ്റ്റ് ടൈമത്തെ വ്ലോഗിനായതുകൊണ്ട് ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ എനിക്ക് മാപ്പ് തരിക. സോറി തരിക. എന്തോന്ന് തരിക. ഓക്കെ ഇനി ഇങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ എൻ്റെ ബ്ലോഗും എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്, എൻ്റെ ട്യൂട്ടോറിയൽ, മേക്കപ്പ് ട്യൂട്ടോറിയൽ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ പറയുക കേട്ടോ. എൻ്റെ ഫുഡ് കളക്ഷൻസ് ടോയ്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറയുക. കമൻറ്റ് ചെയ്യണേ, ലൈക്ക് അടിച്ചാൽ എനിക്ക് ഫുഡ് കിട്ടുള്ളൂ കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാൻ ഒരു വെറൈറ്റിക്ക് വേണമെങ്കിൽ കാണുന്നതാണ് ബൈ പറയുന്നത്. ബൈ.